ഇതെന്താ പരിപാടി? ഭയങ്കര ചൂടല്ലേ? ഈ ചൂടില് നമ്മൾ എങ്ങനെ കിടന്നുറങ്ങും രാത്രിയില് വീട്ടില്? അപ്പൊ ജനല് തുറന്നിട്ട് കിടന്നുറങ്ങാനും പേടി. അപ്പൊ ഞാന് അരിയുടെയും വെളുത്തുള്ളിയും കൂടെ ജ്യൂസ് അടിച്ചിട്ട് അത് അരിച്ച് സ്പ്രേ ചെയ്യാനായിരുന്നു നോക്കിയത്. നോക്കുമ്പോൾ എങ്ങനെയായിട്ടും ശരിയാവുന്നില്ല. സ്പ്രേയില് ഈ പമ്പിൻ്റെ ഉള്ളിൽ ചെറിയ കരട് കുടുങ്ങിയിട്ട് വരുന്നില്ല. അപ്പം ഞാൻ കൈ കൊണ്ട് തളിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലാതെ എങ്ങനെയാ നമുക്ക് രാത്രി കിടന്നുറങ്ങണ്ടേ? പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? പാമ്പുകൾ വരും എന്നുള്ള പേടിയല്ല. ഇങ്ങനെ ജനലിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ അധികം വെള്ളമാക്കാതെ കുറച്ച് സ്ട്രോങ് ആയിട്ട്. പിന്നെ അരൂത നമുക്കിവിടെ ഉള്ളത് കൊണ്ട് പേടിക്കണ്ട, ഇഷ്ടംപോലെ ഉണ്ട്. അത് അങ്ങനെ നമുക്കൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കലക്കി ഒഴിക്കാം. വെളുത്തുള്ളി മാത്രമല്ലേ വാങ്ങണ്ടുള്ളൂ. ഇതാണ് അരൂത. ഇത് നല്ല മണം. ഇത് നാഗതാളിന്ന് അതിന് പറയാം. ഇതിൻ്റെ മണം അടിച്ചാൽ പാമ്പ് വരൂലെന്ന്. എന്നാലും കുറച്ച് ധൈര്യത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ താഴ്ഭാഗത്ത്, എന്നാൽ ഒരു പൊളി ജനൽ തുറന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാമല്ലോ. അരൂതൻ്റെ കൂടെ വെളുത്തുള്ളി. ഇവിടെ ഈ ജനലും തുറന്നിടും. എന്താ പറയുക, വല്ല തീയിൻ്റെ അടുത്ത് പോയ പോലെയാണ് ആവി രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ. എങ്ങനെയും ഉറങ്ങാൻ പറ്റുന്നില്ല ചൂടുകൊണ്ട്. ഫാനിനൊന്നും ഒരു ചൂടും ഇല്ല, കാറ്റും ഇല്ല. ഇവിടെ എന്തൊക്കെ പാമ്പുകളാ വരാറ്? ഇവിടെ ഞാൻ എപ്പോഴും വളവളപ്പൻ, ഈ വരയുള്ള സാധനമില്ലേ അത്, പിന്നെ അതിന് വെള്ളിക്കെട്ടെന്നും, പിന്നെ എന്താ വേറെന്തേലും പറയാ, വെള്ളിക്കെട്ടനും മറ്റേ ഇവിടെ വളവളപ്പെന്ന് പറയൂ, വെള്ളിക്കെട്ടെന്ന് പറയൂ. അതിങ്ങനെ വരും, എപ്പോഴും ഉണ്ടാവും. ഒരു ദിവസം അടുക്കളയിലുണ്ടായിരുന്നു. ഞാൻ പണ്ട് മുതലേ ചെയ്യുന്ന പരിപാടിയാ. ഇപ്പോഴാണ് ഇങ്ങനെ ജനലിന്റെ ചോട്ടിലൊക്കെ ഒഴിക്കുന്നത്. ഇപ്പം വാർക്ക വീടായപ്പം കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഞാൻ ബാത്റൂമിന്റെ സൈഡുകളിലും പിന്നെ അടുക്കളയിലേക്ക് കയറുന്ന പടീൻ്റെ അവിടെ വിറകിൻ്റെ ഉള്ളിൽ ഒക്കെ വിറകടുക്കി വെച്ചെടുത്തൊക്കെ ഒഴിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ജനലിന്റെ ചോട്ടിൽ ഒഴിക്കാൻ തുടങ്ങിയത്. നാഗതാളി എല്ലാ വീട്ടിലും ഉണ്ടാവും, പക്ഷെ എല്ലാവിടെയും ഒന്നും പിടിക്കൂലത്. ഇതും ഒരു ശുദ്ധഗതി, കരിവേപ്പിലയൊക്കെ പോലെ തന്നെ ഒരു ശുദ്ധഗതിക്കാരനാണ്. ഇവനെ വളരെ വൃത്തിയായിട്ട് കൊണ്ടടക്കണം, എന്നാലേ അവന് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നശിച്ചു പോകും. ഇങ്ങനെ കതറ് വരുമ്പോൾ നുള്ളി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും.